നമ്മളൊരു സ്കൂളിൽ പഠിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കില്ലേ? അതിലിപ്പോൾ ചെറുത് വലുതെന്നൊന്നും ഇല്ലല്ലോ. പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പല സംഘടനകളും സെലിബ്രിറ്റീസിനാണെങ്കിൽ തന്നെ ഉണ്ട്. ഞാൻ ഒരു സംഘടനയിലില്ല. എനിക്ക് തോന്നുന്നു സംഘടനകളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന്. അത് സോൾവ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മളൊരാളെ ഒരു സ്ഥലത്ത് ഇൻവൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരാളെ ക്ഷണിച്ചിട്ട് നിങ്ങൾ അവിടെ ഒന്നും വരാൻ അത്ര ആ റേഞ്ചുള്ള ആളല്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ശരിക്കും ബിലോങ് ചെയ്യുന്ന ഒരാളല്ല എന്ന് തോന്നിപ്പിക്കൂലേ? അതാണ് ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ വൃത്തിയായിട്ട പരിപാടി എന്ന് പറയും. ഞാൻ ഡഫ് ആൻഡ് ഡം ആണെന്ന് വിചാരിച്ചോ, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യില്ലേ? അല്ലാതെ നീ സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറയോ ആൾക്കാർ? വെറുതെ ഞാൻ എന്തിനാ റിസ്ക് എടുത്ത് കാശ് ചെലവാക്കി കല്യാണം കഴിച്ച് ബുദ്ധിമുട്ടുന്നത്? എൻ്റെ കുറേ ഫ്രണ്ട്സ് കല്യാണം കഴിച്ച് ഡിവോഴ്സായി. അപ്പം ഞാൻ വെച്ച് വെറുതെ ചെലവിന് വേണ്ടിയിട്ട് എന്തിനു കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആവണം? പിന്നെ ഹെയർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു. അതൊരു പ്ലസ് തന്നെയാണ്. അതിലെനിക്ക് നന്ദിയുണ്ട്. ഈ മേക്കപ്പ് ചെയ്യുന്നത് ഒരു സെൽഫ് ലവ് ആണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആളുകൾ മാറാൻ ട്രൈ ചെയ്യും. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു എക്സ് ബോയ് ഫ്രണ്ട് എനിക്കുള്ള ഇഷ്ടങ്ങൾ പോലെ അയാൾ ട്രൈ ചെയ്തു. നമുക്ക് ഫേക്ക് ചെയ്യുക, അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 2 വർഷമൊക്കെ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ പാളിപ്പോയ റിലേഷൻഷിപ്സ് എനിക്കുണ്ട്. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ. ഹലോ എവരിവൺ, ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളികൾക്ക് ഏറെ സുപരിചിത ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഈ വ്യക്തിയുടെ ഹെയർ ഭയങ്കര യുണീക്കാണ്. ആ ഒരു കേളി ഹെയർ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ഒരു ആക്ട്രസ് തന്നെയാണ് എന്നോടൊപ്പം മെറീന മൈക്കിൾ കുരിശിങ്കൽ. വെൽക്കം. താങ്ക് യു. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ, കാരണം ചില ആക്ട്രസസിന് ഈ ഒരു യുണീക്ക് ഹെയർ ഒക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം ഇന്ന് ആ ഒരു ലുക്കിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതെ, യുണീക്ക് ലുക്കില്. കാരണം ഇപ്പം ഈ ഒരു ഹെയറിനെ മാറ്റിയ സിനിമകളിലൊക്കെ ആണെങ്കിലും സ്ട്രൈറ്റ് ഹെയർ, ഇപ്പൊ ഫോട്ടോഷൂട്ട് എടുത്താലും അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ കാണല് കുറവാണല്ലേ? എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു. ഇപ്പം കോവിഡിനൊക്കെ ശേഷം മലയാളം ഇൻഡസ്ട്രി കുറച്ചും കൂടി ആ ഒരു പഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു ഫ്ലോയിൽ എങ്ങനെയുണ്ട് ഇപ്പം സിനിമാ ജീവിതമൊക്കെ? സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഒരു സ്പേസ് വന്നു, ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ ഒരു അല്ലേ, കുറച്ചുകൂടെ ഓപ്പൺ ആയി നമുക്ക്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണല്ലോ നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻസ് കൂടുതലും വന്നത്. അപ്പോൾ നമുക്ക് വെബ് സീരീസ് വരാൻ തുടങ്ങി. പിന്നെ ഷോർട്ട് ഫിലിംസ് കുറേ പേര് ചെയ്യാൻ തുടങ്ങി. ചെയ്യുന്ന വർക്കുകൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള മീഡിയംസ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷൻസ് ഒക്കെ കൂടുതൽ അങ്ങനെയൊക്കെ ആയപ്പം നമുക്ക് വർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടി. അപ്പം ഇറ്റ്സ് നൈസ്. കരിയർ നോക്കുവാണെങ്കിൽ മെറീന മൈക്കിൾ 10ാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു ഹാപ്പിനെസ്സിലും കൂടെയാണ്. അതെ, 10 വർഷം പോയതേ അറിഞ്ഞില്ലേ? ഇല്ലല്ലേ, പോയത് അറിഞ്ഞില്ല. പക്ഷെ 10 വർഷം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ബേസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോകാന്ന് പറയുന്നത് ഇപ്പം ഏതൊരാൾക്കും ഇപ്പം ആതിര പേഴ്സണലി കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 വർഷം കഴിഞ്ഞ് ആതിര നല്ലൊരു പൊസിഷനിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലോ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നല്ലോ എന്നുള്ള ആ ഒരു അതുണ്ട്. മെറീനയുടെ ഗ്രാഫ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണെന്ന് ഒരു 10 വർഷം പുറകോട്ടേക്ക് പോയിട്ടെങ്കിൽ വരുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? 10 വർഷം പുറകോട്ട് പോയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പോണത്. പക്ഷെ എൻ്റെ ഒരു ജേർണി എപ്പോഴും ഈ ഒരു ലെവലാണ്. എനിക്കിങ്ങനെ ഒരുപാട് മുകളിലും ഇല്ല, ഒരുപാട് താഴെ ഇല്ല, അതിങ്ങനെ ഒരു മിഡ് റേഞ്ചിൽ പോകുന്ന ഒരു രീതിയിലാണ് ഞാൻ പോണത്. അപ്പം എനിക്ക് അങ്ങനെ പോയാലും മതി, ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അതെന്താ മിഡ് റേഞ്ച് കീപ്പ് ചെയ്യുന്ന ഒരു കംഫർട്ട് സോൺ ആണോ? അല്ല, കംഫർട്ട് സോൺ അല്ല. എനിക്ക് അൺകംഫർട്ടബിൾ ആവാൻ ഇഷ്ടമാണ്. പക്ഷേ അത് ഒരുപാട് നമുക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റില്ല. ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സ്ട്രെസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യാം. അങ്ങനത്തെ രീതിയിലൊക്കെ അൺകംഫർട്ടബിൾ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഒരു റോളിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് കുറയ്ക്കുക, വെയിറ്റ് കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രസമല്ലേ? അപ്പം അങ്ങനെയുള്ള റോളുകൾ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ. അല്ലാതെ ഈ പറഞ്ഞ പോലെ സമാധാനമായിട്ട് പോവാം. ഞാൻ എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് ഈ ഒരു മിഡ് റേഞ്ചിൽ ഇങ്ങനെ സമാധാനം. അതുപോലെ പല ഇന്റർവ്യൂസിനാണെങ്കിലും അല്ലെങ്കിൽ മെറീനനെ ഇപ്പം നമ്മൾ കണ്ട് മിണ്ടുന്നു, ഇന്നിപ്പം സംസാരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ മെറീന ഭയങ്കര ടോക്കറ്റീവ് ആവും. അല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇവന്റിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലൊക്കെ കാണുമ്പം കുറച്ച് ക്രൗഡഡ് ആയിട്ടിരിക്കുമ്പോഴേക്കും മെറീന ഭയങ്കര സൈലന്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഫിലിമിലാണെങ്കിലും ഭയങ്കര എന്താ പറയുന്നത്, ആ ഒരു എനർജറ്റിക് ക്യാരക്ടേഴ്സിൽ നിന്ന് മാറി ഒരു പേഴ്സണൽ മെറീനയെ കാണുന്നു. എന്താണ് ഇൻട്രോവേർട്ട് ആണ്? എന്താണ് അതിനൊരു? ഞാൻ അത് കണ്ടുപിടിച്ചൊരു വാക്ക് ആംബിവേർട്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ടേം ഉണ്ട് ഇത്ര. അതായത് എൻ്റെ ജീനിൻ്റെ പ്രശ്നമായിരിക്കും. എൻ്റെ അച്ഛനൊന്നും അധികം ആരടുത്തും അങ്ങനെ സംസാരിക്കില്ല. എന്നാൽ ആ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ഒരു
ദുഷ്ടനായിട്ടുള്ള ആളുമല്ല. അപ്പം അങ്ങനെ ഒരു പപ്പയുടെ മൊത്തത്തിലുള്ള ഒരു ഫിസിക്ക് ഇപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾക്കൊരു ബോൾഡ് ലുക്കൊന്നുമില്ല. എൻ്റെ അച്ഛന് ഒരു പാവം ലുക്കാണ്, അധികം സംസാരിക്കില്ല. അപ്പം പപ്പയ്ക്ക് അതൊരു പ്ലസ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മുടിയും ഇങ്ങനത്തെ ഒരു ലുക്ക് ആകുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ട് അത് ജാട അല്ലെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലാണ് ലേബിൾ ചെയ്യുക. ഞാൻ ഇപ്പം നേരത്തെ ആതിരടുത്ത് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലേ, ഒരാളിപ്പം അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ ഒരിക്കലും അങ്ങോട്ട് വന്ന് സംസാരിക്കില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അയാളുടെ ഒരു സ്പേസിൽ കംഫർട്ടബിളായിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയായിരിക്കും. ഹായ് ഹലോ ഹായ് ഒക്കെ പറയും ഞാൻ. അതിൽ കൂടുതലൊരു കോൺവെർസേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ മിണ്ടാണ്ടിരിക്കണത്. പിന്നെ ഇൻ്റർവ്യൂസിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ക്രൗഡ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സിനിമയൊക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ആൾക്കാർ വന്ന് ഞാൻ ബാക്കിൽ നിൽക്കുന്നവൻ്റെ ബാക്കിൽ പോയി നിൽക്കുന്ന ടൈപ്പ് ആളില്ല. അങ്ങനെയാണ് ഞാൻ. അപ്പം അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു അപ്ബ്രിങ്ങിങ് അങ്ങനെയാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ചില സ്ഥലങ്ങളിൽ പാളും. കാരണം ആൾക്കാർ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശ്രമിക്കുമല്ലോ, നമ്മളുടെ ഈ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ അങ്ങനെ ലേബിൾ ചെയ്ത് അങ്ങനെ ലേബിളായി പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാറ്റാൻ ട്രൈ ചെയ്യുമല്ലോ. അങ്ങനെ എപ്പോഴൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അത് പാളിയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത്, കാരണം വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ, ആ ഒരു ഇന്റർവ്യൂ ഭയങ്കര വൈറലായിരുന്നു. കാരണം നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ബൈക്കൊക്കെ എറിഞ്ഞ് മെറീന ബൈക്കിൽ. പക്ഷെ അപ്പോഴും ഞാൻ എണീറ്റ് പോവല്ലേ ചെയ്തത്, അവിടെ നിന്ന് അടി ഉണ്ടാക്കിയില്ലല്ലോ. ഒന്നും പറയാനില്ല എന്നുള്ള ഒരു അതും അതുപോലെ തന്നെയായിരുന്നു. കാരണം എനിക്ക് വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനർജി നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയണം. നിങ്ങൾ ആ ഇന്റർവ്യൂ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയാൻ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ എണീറ്റ് അങ്ങ് പോയി. എനിക്ക് ദേഷ്യമുണ്ട്, വിഷമമുണ്ട്. കാരണം ഷൈന് വളരെ അടുത്ത സുഹൃത്താണ്. പിന്നെ ഒരാൾ മാത്രം കാര്യങ്ങൾ സംസാരിക്കണം, മറ്റേ ആള് അവരുടെ മൂഡ് അനുസരിച്ചിരിക്കുമല്ലോ. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, ഇപ്പോഴും നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ ഫ്രണ്ട്സ് നമ്മളെ ഉറപ്പായിട്ട് അടി ഉണ്ടാക്കുമല്ലോ. അങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെയാണ് ആവണമല്ലോ ഫ്രണ്ട്ഷിപ്പ്. കരിയർ വൈസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ വൈസോ നമ്മൾ ചില കാര്യങ്ങൾ ഒരേപോലെ ആയിരിക്കണം എന്നില്ല നമ്മളുടെ അഭിപ്രായങ്ങൾ. അതിപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ ഡിഫറൻസസ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഇപ്പം എൻ്റെ അച്ഛനും അമ്മേനെയും കൂടെ ഞാൻ എത്രയോ വർഷം ഒരുമിച്ച് താമസിച്ചായിരിക്കും. പക്ഷെ ചില ടൈമിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ പറയണത് ചിലപ്പോൾ എനിക്ക് ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ അതിനെ ആ രീതിയിലേക്ക് കാണുന്നുള്ളൂ. അപ്പം ആ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോഴും എല്ലാവരും എന്താണ് പ്രശ്നം എന്താന്നൊക്കെ കുറേ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞങ്ങൾ തമ്മിൽ ആക്ച്വലി ഒരു പ്രശ്നമില്ല, അന്നത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തിരിച്ച് അങ്ങനെ നിന്ന് അത് പറയുന്നത് ഭയങ്കര മെനക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എണീറ്റ് പോയത്. അതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്തും ഇപ്പം മെറീന ഇടയ്ക്ക് ഒരു പോസ്റ്ററാണെങ്കിലും പറഞ്ഞു, ആരും എനിക്കൊരു സപ്പോർട്ടായിട്ട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ പലരും ഇതിനോട് റിയാക്ട് ചെയ്തേനെ. എനിക്കായിരുന്നുകൊണ്ട് അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ഇതിനെ എങ്ങനെ മെറീന നോക്കി കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ്? എനിക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഭയങ്കരമായിട്ട് ഒരു ബാഡ് ഫീലിംഗ് എന്നെ ഒബ്വിയസ്ലി അടിച്ചു. കാരണം എനിക്ക് ആ സമയത്ത് 2-3 ആക്ട്രസസ് കോൾ ചെയ്തിരുന്നു. എൻ്റെ പോലെയുള്ള വളരെ നോർമലായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കാറില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? കാരണം ഇപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കില്ലേ? അതിലിപ്പോൾ ചെറുത് വലുതെന്നൊന്നും ഇല്ലല്ലോ. ഞാനൊരു ആസ് എ പേഴ്സൺ ഒരിക്കലും അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിനെ ഒരിക്കലും ചെറുതാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരാളെ ഒരു സ്ഥലത്ത് ഇൻവൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരാളെ ക്ഷണിച്ചിട്ട് നിങ്ങൾ അവിടെ ഒന്നും വരാൻ അത്ര ആ റേഞ്ചുള്ള ആളല്ല അല്ലെങ്കിൽ നിങ്ങളവിടെ ശരിക്കും ബിലോങ് ചെയ്യുന്ന ഒരാളല്ല എന്ന് തോന്നിപ്പിക്കൂലേ? അതാണ് ലൈഫിലെ ഏറ്റവും വലിയ വൃത്തിയായിട്ട പരിപാടി എന്ന് പറയും. അപ്പം എനിക്ക് ഒരു പോയിന്റിൽ എനിക്ക് അങ്ങനെ തോന്നി, ലൈക്ക് ഞാനപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഡിസേർവിങ് അല്ലേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് ഡിസേർവിങ് അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പിച്ചു അവർ. അത് എൻ്റെ പ്രശ്നമായിട്ടല്ല കേട്ടോ ഞാൻ കാണുന്നത്, എന്നെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചവരോടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ 2-3 പേര് ഈ കുട്ടികളും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ സംസാരിക്കാം, ഞാനൊരു ചുമ്മാ ഒരു പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറയാം, അതെങ്കിലും ആൾക്കാർ അത് എക്നോളജ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്നോളജ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇപ്പം റീസെന്റ് ആയിട്ടൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും ആസിഫ് അലിക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെ ഇൻസൾട്ട് നേരിട്ടു എന്ന് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പം ആ ഒരു ഇതും, അതായത് ഇതേപോലുള്ള പ്രശ്നങ്ങളാണ് മെറീന മൈക്കിൾ അടക്കമുള്ളവരും അനുഭവിക്കുന്നത്. അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിട്ട് അത്രയധികം ഒരു സ്റ്റാർഡം കിട്ടിയെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സൊസൈറ്റി മുഖവിലേക്ക് എടുക്കുകയുള്ളൂ. അതെനിക്ക് അറിയില്ല, ടു ബി വെരി ഫ്രാങ്ക് അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ അതിൽ വലിപ്പ ചെറുപ്പങ്ങൾ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കും.
എന്നെ സംബന്ധിച്ചിപ്പം എനിക്ക് സീനിയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ ജൂനിയർ എന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ലൈക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ ഏതൊരു കൊളീഗിനും എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ, ലൈക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വിളിച്ച് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അതായത് ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. എന്നെ ടിനിച്ചേട്ടൻ വിളിച്ചിരുന്നു, ടിനി ടോം വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നീ ഒരുപാട് ഇങ്ങനെ ഇതാവണ്ട, ലൈക്ക് ഒരുപാട് റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല എന്ന് എനിക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അതങ്ങനെയാണ്, നീ അത് കാര്യമാക്കണ്ട, എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വിഷമമുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പിന്നെ ഞാൻ ആസ് എ പേഴ്സൺ ഇതിപ്പം ഒരു എന്നെ ഞാൻ അങ്ങനെ ഒരുപാട് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. ഇൻഡസ്ട്രി എന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ വലിയ ഒരു എന്താ പറയുക, ഈവൺ ഓൺലൈൻ മീഡിയയിലാണെങ്കിൽ പോലും ഞാൻ അത് എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയട്ടോ, ലൈക്ക് ചില ആൾക്കാരെ ട്രോൾ ചെയ്ത ആൾക്കാരെ നശിപ്പിക്കും, ചില ആൾക്കാരെ ഈ ഷൈൻ ഇഷ്യൂ ഉണ്ടായ സമയത്ത് കുറച്ച് ഇങ്ങനെ മിക്സഡ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഒന്നെങ്കിൽ അത് ഭയങ്കര അലമ്പായിരുന്നു എന്നോ അല്ലെങ്കിൽ അത് ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പോലും ആൾക്കാർ പറഞ്ഞില്ല. അപ്പം നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എന്ന് തോന്നും. ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. പിന്നെ പറയാൻ പറ്റില്ല നമുക്ക്, ഞാൻ 10 വർഷം മുമ്പുള്ള പോലെ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ ഒരു 2-3 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. നമ്മള് ഉർവശി ചേച്ചിയുടെ കേസ് പറയാം, എന്നെ കമ്പയർ ചെയ്ത് പറയണതല്ല, പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ഒരു ചേഞ്ചിന്റെ കാര്യം പറയാം. ഒന്നും ഒരേപോലെ അല്ലല്ലോ. ഇപ്പോൾ ഉർവശി ചേച്ചിക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉർവശി ചേച്ചി തന്നെ കൽപ്പന ചേച്ചിയെ പറ്റി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമായി. ആ വീഡിയോ ഞാൻ സേവ് ചെയ്തു. കാരണം മലയാളത്തിൽ ഒരിക്കലും നല്ലൊരു അവാർഡോ അല്ലെങ്കിൽ നല്ലൊരു അംഗീകാരമോ കൽപ്പന ചേച്ചിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഉർവശി ചേച്ചി പറയുന്നുണ്ട്. അതുപോലെ ഉർവശി ചേച്ചി നല്ല നടിക്കുള്ള അവാർഡ് കിട്ടുന്ന വേദികളിൽ പലതിലും കൽപ്പന ചേച്ചി കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അവര് സിസ്റ്റേഴ്സാണ്. അപ്പം അത് എത്രത്തോളം അവർക്കത് വിഷമം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയും സിനിമകൾ ചെയ്ത ഒരാൾക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. അതുപോലെ ഇപ്പം മരീനയുടെ ഒന്നുകൂടെ കരിയർ നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ, അതായത് റോൾസ് വരുന്നതാണെങ്കിലും ഒരു സിനിമയുടെ ഒരു ഭാഗമാണ് മെറീന. ഓഫ് കോഴ്സ് അതെ, ഇപ്പൊ എല്ലാ സിനിമകളും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടി എന്ന നിലയ്ക്ക് തന്റെ എഫേർട്ടോ അല്ലെങ്കിൽ അതിനുള്ള റോളുകൾ കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണെങ്കിലും സിനിമകൾ കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ ഒരു പാർട്ട് വേറെ ഹീറോയിൻസ് വരുന്നുണ്ട്. അപ്പം സ്വന്തമായിട്ടൊരു ത്രൂ ഔട്ട് ഒരു മൂവി നല്ലൊരു ഇതിൽ ചെയ്യണം എന്ന് മെറീനയ്ക്ക് അങ്ങനെ സ്ക്രിപ്റ്റുകൾ വരാറില്ല, അല്ലെങ്കിൽ മെറീന അപ്രോച്ച് ചെയ്യാറില്ലേ? 2-3 കാര്യങ്ങളുണ്ട്. ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറയാനും മലയാളത്തിൽ എന്താ നമ്മൾ പറയുന്നത്, നിലനിൽപ്പിന്റെ അതാണ്. അത് വേറൊരു കാര്യം. അത് ഞാൻ പറയാം. പക്ഷെ ഈ ഭയങ്കര ഇംഗ്ലീഷ് ചൊവ്വയുള്ള പരിപാടി ഞാൻ പിടിക്കണം എന്തുകൊണ്ടെന്നറിയാം. ഞാൻ പഠിച്ചത് പ്രൊവിഡൻസിലാണ്. പ്രൊവിഡൻസ് സ്കൂളിൽ ഞാൻ 10 വർഷം പഠിച്ചത്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കണം 5 രൂപ ഫൈൻ കൊടുക്കണം. സാധാരണ ഒരു കുടുംബത്തിലുള്ള ആളാണ് ഞാൻ. പക്ഷെ നമുക്ക് നമ്മുടെ റൂട്ടീനിലേക്ക് ഒരു 10 വർഷം ഈ സാധനം ആവുന്ന സമയത്ത് ചില ടേംസ് നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പൊ ഈ എന്താണ് നിലനിൽപ്പിന്റെ പ്രശ്നം. അതെ, ഈ നിലനിൽപ്പിന്റെ പ്രശ്നം ഉണ്ട് നമുക്ക്. പിന്നെ ഈ സുഹൃത്തുക്കൾ വഴി ഇപ്പം ആതിരനെ ഞാൻ പരിചയപ്പെട്ടു. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ നമ്പർ കൈമാറും. കുറച്ച് കഴിയുമ്പോൾ ആതിരയ്ക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് വരുമ്പോൾ കേളി ഹെയർ ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിരുടെ മനസ്സിൽ ഞാൻ വരും, എന്നെ വിളിക്കും, ഇതിങ്ങനെയാണോ ചോദിക്കും, കേൾക്കും, ചെയ്യും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇനി അങ്ങോട്ട് പോയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ഈ പ്രശ്നമുണ്ട്. ഇയാള് സമാധാനമായിട്ട് ഇരിക്കുകയായിരിക്കില്ലേ, ഞാനിപ്പോൾ പോയി ചോദിച്ചാൽ പിന്നെ എങ്ങനെയാ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണത്? അതൊരു വർക്കാണ്, അതൊരു ആർട്ടാണ്, ഒരു കഴിവാണ്. അതെനിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു നല്ല പൊസിഷൻ, ഇപ്പോൾ വിനീത് ശ്രീനിവാസനെ കണ്ടു. പുള്ളി ഒരു പതുങ്ങി സംസാരിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം സമാധാനമുള്ള ഒരാളാണ്. ഞാൻ എബിയിൽ വർക്ക് ചെയ്തു. ഞങ്ങൾ ഒരു 4 വരിയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രേ സംസാരിച്ചിട്ടുള്ളൂ. സുഖാണോ, കഴിച്ചോ, ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊരു കോൺവെർസേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ്ലി എപ്പോഴെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. അല്ലാതെ ഞാൻ അയാളുടെ നമ്പർ എടുത്ത് ഡെയിലി രാവിലെ ചേട്ടാ ഗുഡ് മോർണിംഗ്, ചേട്ടാ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ഓക്വേർഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നോട് എല്ലാരും പറയണത് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തെങ്കിൽ ഇൻഡസ്ട്രിയിലെ റോള് കിട്ടുള്ളൂ എന്നുള്ളത് സത്യമാണല്ലേ. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. പക്ഷെ ഇതൊക്കെ ഓർഗാനിക് ആയിട്ട് നടക്കേണ്ട കാര്യമല്ലേ. ഇതൊക്കെ
വളരെ നാച്ചുറൽ ആയിട്ട് നടക്കേണ്ട കാര്യമല്ലേ. ഇപ്പൊ അതിനെ ഞാൻ ഇവിടുന്ന് കണ്ടു, ഇതിന് മുമ്പ് നമ്മൾ ഒരു ഇവന്റിന് കണ്ടിട്ടുണ്ടെന്ന് അതിന് പറയണു, ഇനി നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുപ്പുണ്ടാവും. അതെ. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താടാ അങ്ങനെടാ ഇങ്ങനെടാ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കോമൺ ഇത് വരികയാണ്, ഒരു ഞാനൊരു ഡ്രസ്സ് ഇട്ടു അല്ലെങ്കിൽ അതൊരു ഡ്രസ്സ് ഇട്ടു, എനിക്ക് ഇഷ്ടമായി, ഇത് എവിടുന്ന വാങ്ങിച്ചതെന്ന് ചോദിച്ചു, കോൺവെർസേഷൻ ബിൽഡായി. കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ഇവരുടെ ഒന്നും സർക്കിളിലുള്ള ആരുമായിട്ട് എനിക്ക് അങ്ങനെ വലിയ പരിചയങ്ങളും കാര്യങ്ങളും ഇല്ല. അപ്പൊ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വരുന്ന അല്ലെങ്കിൽ അവർ ത്രൂ വരുന്ന കാര്യങ്ങൾ വർക്കുകളാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കംഫർട്ടബിൾ ആണോ എന്ന് വെച്ചാൽ ഹൈലി കംഫർട്ടബിൾ ആണ്. അൺകംഫർട്ടബിൾ വർക്ക്സ് എടുക്കാൻ എനിക്ക് ഓക്കെയാണ്, പക്ഷെ എനിക്ക് അങ്ങനത്തെ വർക്ക്സ് വരുന്നത് വളരെ കുറവാണ്. ദേഷ്യം വന്നാൽ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെ? നമ്മളിപ്പോ വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞ ഇന്റർവ്യൂല് ദേഷ്യം വന്നു, പക്ഷേ ഭയങ്കര ഒരു പാവമായിട്ട് തന്നെ എണീറ്റ് എനിക്ക് വയ്യാന്നുള്ള രീതിയിലാണ് പോയത്. പെട്ടെന്നൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്? അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ മ്യൂട്ടാവും. ഞാൻ ഒരക്ഷരം പിന്നെ മിണ്ടില്ല പറഞ്ഞാൽ മിണ്ടൂല, അത്രേ ഉള്ളൂ. മേ ബി ചിലപ്പോൾ ഒരു ആഴ്ച 2 ആഴ്ച 3 ആഴ്ച 1 വർഷമൊക്കെ മിണ്ടാണ്ടിരിക്കും. പക്ഷെ അവർക്ക് അതായത് പൊതുവെ എല്ലാരും പറയാ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു തീർക്കണം എന്ന്. പക്ഷെ ഞാൻ കുറച്ച് സാഡിസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലായിരിക്കും തനിക്ക് കൂടുതൽ പ്രശ്നം, എന്തെങ്കിലും പറയാനായിരിക്കും. പിന്നെ അതിലും പ്രശ്നം തനിക്ക് പറയാനുള്ളതും ഞാൻ ചാൻസ് തരില്ല, കേൾക്കത്തുമില്ല. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യത്തിൽ പറയാനുണ്ടാവുമല്ലോ, അടി ഉണ്ടായാലാണല്ലോ അത് റിയാക്ട് ചെയ്യാൻ പറ്റുക. ഞാൻ മിണ്ടാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പൊ ഞാൻ മിണ്ടാണ്ടാവുക ചെയ്യുക. അടുത്തത് മലയാളം സിനിമയിൽ ഇപ്പം ഒരുപാട് സിനിമകളുണ്ട് പണ്ടത്തെ തൊട്ടുള്ള. ഫേവറേറ്റ് സിനിമ അല്ലെങ്കിൽ ആ ഫേവറേറ്റ് സിനിമയിലെ ഒരു ഡയലോഗ് വിത്ത് ആക്ടിങ്? എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഉത്സവ പിറ്റേന്നാ. അത് കണ്ടുണ്ടോ? അതൊരു വളരെ നെഗ് പടാണ്. കണ്ടുണ്ടോ? ആരെങ്കിലും ലാലേട്ടന്റെ ഒരു പടം അത്. അപ്പം അതിൽ ഡയലോഗൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അല്ലാതെ ഏതെങ്കിലും ഒരു മൂവി ഡയലോഗ് അല്ല മൂവി ഡയലോഗ്സ് ഇഷ്ടമുള്ളത്? അത് ചോട്ടാ മുംബൈയിൽ വരുന്നേ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു അബോധാവസ്ഥയിൽ പോവാ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഇനി അഭിനയിക്കണമെന്ന് മെറീനക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു റോള്, ഇത് ചെയ്താൽ കൊള്ളാം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള? എനിക്ക് ഭയങ്കര നമ്മളെ അടുത്ത വീട്ടിൽ കാണുന്ന ആൾക്കാർ, അങ്ങനെ ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന് പറയില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ ബോൾഡ് ചെയ്ത് എല്ലാരും കയറി അടിക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് എനിക്ക് മതിയായി. അപ്പൊ ഇനി കുറച്ചൊരു ഒരു സാധാ ഒരു നാടൻ പെൺകുട്ടിയായിട്ട്. അടുത്തായിട്ട് റീസെന്റ് ആയിട്ട് കണ്ടതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു മൂവി? ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫർ. ഓക്കെ. ക്രഷ് തോന്നിയ സെലിബ്രിറ്റി? രക്ഷിത് ഷെട്ടി. ഓക്കെ ഓക്കെ, രക്ഷിത് ഷെട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മലയാളത്തിൽ ആരാണ് ക്രഷ് തോന്നിയത്? DQ ആണ് ഉദ്ദേശിച്ചത്. DQനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, കാരണം എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇഷ്ടമാണെന്ന്. അഭിനയം അല്ലാതെ ഏറ്റവും ക്രൈസ് ഉള്ള ഒരു ഫീൽഡ്? സിംഗിങ്, സിംഗിങ് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് എംബ്രോയിഡറി ചെയ്യുന്നത്. എംബ്രോയിഡറി ചെയ്യാറുണ്ടോ? ഫ്രീ ടൈം ഒക്കെ കിട്ടും? ഭയങ്കര മെഡിറ്റേഷൻ ആണ്. കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വർഷം? ഇതും ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണേ. ഞാൻ കല്യാണം കഴിക്കാനേ ഉദ്ദേശിക്കണില്ലേ? ഇല്ല. എന്റെ കുറെ ഫ്രണ്ട്സ് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി. അപ്പൊ ഞാൻ വെറുതെ ചെലവിന് വേണ്ടിട്ട് എന്തിനു കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആവണം? ശരിക്കും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കണില്ല? ആക്ച്വലി ഇപ്പൊ ഇല്ല. കുറെ പേര് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അവർക്ക്. അപ്പൊ ഞാൻ വെറുതെ ഞാൻ എന്തിനാ റിസ്ക് എടുത്ത് കാശ് ചെലവാക്കി കല്യാണം കഴിച്ച് ബുദ്ധിമുട്ടുന്നത്? എനിക്ക് കല്യാണം വേണ്ടെന്നൊക്കെ. സങ്കടം വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓടിച്ചെന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ആരോടായിരിക്കും? അമൃത, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. മിക്കപ്പോഴും അവളുടെ അടുത്താണ് പറയാ. എനിക്കൊന്ന് കൂടുതൽ സങ്കടങ്ങളും ഒരു ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ പറയുന്ന ഇത് വളരെ കുറവാണ്. പിന്നെ എൻ്റെ ഒരു പെരുമാറ്റം കാണുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും. പിന്നെ ഞാൻ വിഷമം വരുമ്പം കുറച്ച് ആൾക്കാർ അറിയാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ബോൾഡായിട്ട് നിൽക്കും. അപ്പം അവര് എന്താന്ന് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് പോലെയാവും. അപ്പം മിക്കപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് സംസാരിക്കാണ്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ബെറ്റർ ആവും. ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് കുക്ക് ചെയ്ത ഫുഡ് ഓർമ്മയുണ്ടോ? മാഗി ഭയങ്കര ആദ്യമായിട്ടല്ല, കുറെ കാലങ്ങളായിട്ട് ഭയങ്കര വലിയ കുക്കിംഗ് ആയി പോയി. ശരിക്കും നമുക്ക് എന്താ വെച്ചാ മാഗി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മാഗി ഒരു ആർട്ടാണ്. സാധാരണ മാഗി ഉണ്ടാക്കണത് ഇപ്പം മെറീന മൈക്കിൾ പറയുന്നതാണ്. മാഗി ഞങ്ങള് എന്റെ ഫ്രണ്ട്സ് ഞാനൊക്കെ ഉണ്ടാക്കണ വെച്ചാൽ ബട്ടർ അല്ലേ, ബട്ടർ വാങ്ങിക്കും, എന്നിട്ട് അത് മെൽറ്റ് ചെയ്യും, എന്നിട്ട് വെള്ളം ഒഴിക്കും. അതിനു മുമ്പ് തക്കാളി ഇല്ലേ, തക്കാളിയും ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞ് ഫുള്ള് നല്ലോണം സോട്ട് ചെയ്യും, ഇച്ചിരി ഉപ്പിട്ടിട്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മാഗി ഇടും. ഇതാണ്. എന്നിട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ കുറച്ച് മറ്റേ ഒരു സൂപ്പ് കഴിഞ്ഞ് കുറച്ചും കൂടെ തിക്ക് ഇതാവല്ലേ, നന്നായിട്ട് വേവിക്കും. വിശക്കുണ്ടോ?
എന്നിട്ട് ഇങ്ങനെ ആ ബട്ടറിന്റെ മണൊക്കെ ഇങ്ങനെ വരില്ലേ, അപ്പം അതിലേക്ക് ഇച്ചിരി സോസ് ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് ഈ ചൂടോടെ അങ്ങനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. ചിലപ്പോ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിക്കട്ടോ, അത് ഞങ്ങളുടെ മൂഡ് പോലെ ഇരിക്കും. മാഗിയാണ് ആദ്യമായിട്ട് കുക്ക് ചെയ്തതും. മാഗി ആദ്യമായിട്ടല്ല, ഞാൻ ആദ്യ കാലങ്ങളിൽ കൊച്ചിയിൽ വരുമ്പോ എന്നും മാഗിയായിരുന്നു. അവസാനം പട്ടിണി കോലമായി, പട്ടിണിയായ സമയത്ത് അമ്മ പറഞ്ഞു ആ മോളെ ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പഠിച്ചതോ മാഗി അല്ലാണ്ട്? പിന്നെ ഞാൻ ഇങ്ങനെ കഞ്ഞി, എല്ലാം ഉണ്ടാകും, പുട്ട്, പയറ് കറി, അങ്ങനത്തെ സേഫ് സാധനങ്ങളാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ചിക്കനാണ് ഏറ്റവും ഈസി ചെയ്ത്. പിന്നെ ഫിഷ് ഉണ്ടാക്കാൻ അറിയില്ല, ചിക്കൻ ഉണ്ടാക്കാൻ പഠിച്ചു. ചിക്കൻ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും കറക്റ്റ് ആവുമെന്നല്ല, ചിക്കൻ ഒരു ബേസിക് ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ചെമ്മീനല്ലേ, ചെമ്മീൻ നമ്മളെ ഒരു എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു എന്ത് കോമ്പിനേഷൻ ഇട്ടാലും ചെമ്മീനൊരു രുചി ഉള്ളതുകൊണ്ട് അധികം പാടില്ല, ഉപ്പ് കൂടുതൽ ഇടാതെ ഇരുന്നാ മതി. കുക്കിംഗ് ഷോ പോലെ. അതെ അതെ, എനിക്ക് വിശക്കാനും തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ മാറ്റാവുന്ന ഇൻവിസിബിൾ, അതായത് മറീനനെ ഒരു ദിവസം ഇൻവിസിബിൾ ആക്കി കഴിഞ്ഞാൽ മറീന ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. എനിക്ക് ദേഷ്യമുള്ള എല്ലാരും ഒറ്റ അടി കൊടുക്കും. അങ്ങനെ ഇപ്പൊ ആരെങ്കിലും അടിക്കാൻ തോന്നുന്നു? ഇല്ല, അത് ഞാൻ പറയില്ല. കുറെ പേരുണ്ട്, ഒരു നിരയുണ്ട്, നീയൊക്കെ അത് ഇൻഡസ്ട്രി നേരിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. രണ്ടും ഒത്തിരി പേരുണ്ട് കേട്ടോ, ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഇൻവിസിബിൾ എങ്ങാനും ഒരു ദിവസം ആയാൽ നോക്കിക്കോ. സാധാരണ എല്ലാരും എന്താ പറയാ, എവിടെയെങ്കിലൊക്കെ പോണം, ആരെങ്കിലൊക്കെ കാണണം, അങ്ങനെയൊക്കെയല്ലേ. എനിക്കതൊന്നും പണ്ട് ഒരാളെ പോയി അടിച്ചൊരു കഥയുണ്ടല്ലോ. കഥയില്ല, അതൊന്നുമില്ല. അത് വീടിന്റെ അടുത്തുള്ള ഏതൊരു പയ്യൻ എന്തോ പറഞ്ഞു ഒന്ന് കൊടുത്തൊരു ചരിത്രമുണ്ട്. അതൊക്കെ ഈ ബോധമില്ലാത്ത കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അല്ല, ബോധമില്ലാത്ത കാലത്ത് തന്നെ അങ്ങനെ അടിച്ചൊരു ചരിത്രം ഉണ്ടെന്ന്. അത് നമുക്ക് അന്ന് നമുക്ക് പേടിയൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ലൈക്ക് അപ്പോഴൊക്കെ ഈ പെൺകുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്ന ടൈമാ. ലൈക്ക് എന്താ പറയാ, ലോ സ്ട്രോങ് ആവുന്നു, നീ പോയി അടിക്കുന്നൊക്കെ പറഞ്ഞ കുറെ ചേട്ടന്മാര് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാര്. അപ്പൊ ആ ഒരു തിരിച്ചു കിട്ടിയ അപ്പൊ ബോധം പോവും, അതൊന്നും അപ്പൊ ആലോചിക്കില്ലല്ലോ. അഭിനയിച്ച സിനിമകളിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ? എബിയിലെ ക്യാരക്ടർ. അടുത്തത് ഫേവറേറ്റ് സോങ്? സോങ് അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പാട്ട് ഇഷ്ടമായിട്ട് കുറെ പാട്ടുകൾ ഇഷ്ടം. ഏതിനും പെട്ടെന്നൊരു ഓർമ്മ വരുന്നേ ആ ഒരു പാട്ട് രണ്ടുപേരും പാടിക്കും. അപ്പൊ പാടാൻ പറ്റുന്ന പാട്ട് ഫേവറേറ്റ് ആക്കിയിട്ട് അതാണ് ഇഷ്ടംപോലെ. അപ്പൊ പാടാൻ പറ്റുന്ന ഒരു സോങ് ഫേവറേറ്റ് ആക്കി. ഞാൻ എപ്പോഴും വസീകരയാണ് പാടുന്നത്, സ്ഥിരമായ വേദികളിൽ കേട്ട് മടുത്തത്. ഓക്കെ, എന്തെയ്യുന്നും വന്നില്ല ആ സോങ് ഒക്കെ. ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട് പാടിക്കാം. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ, മണിവളത്തിളങ്ങണ കയ്യാലി വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലുഴക്കണതാരാണ്. പിന്നെ ആ പാട്ട് ഇഷ്ടം. ഇതിപ്പോ കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നോ, മെറീനയുടെ ഒരു ആക്ട്രസ് എന്ന നിലയ്ക്കൊക്കെ നമ്മൾ കണ്ടു. ഓഫ് കോഴ്സ് കുറെ പാട്ടുകൾ പാടിയും കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ ഇരിക്കുമ്പോഴാണെങ്കിലും പാടിയിട്ടുണ്ട്, അല്ലാതെ ഇവന്റ്സിലൊക്കെ പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് മെറീന എന്നൊരു സിംഗർ അല്ലെങ്കിൽ ബാൻഡൊക്കെ തുടങ്ങണം, എപ്പോൾ തുടങ്ങും അതാണ് ചോദിക്കാനുള്ളത്. സിംഗർ എന്നൊരു ലേബൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡിഫറെൻറ്റ് ഫീൽഡ്. ലൈക്ക് ഇപ്പോൾ സിനിമയിൽ ഞാൻ ആക്ട് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ കരിയർ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അപ്പം ഞാനൊരു ആസ് എ സിംഗർ ലോഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ സീറോ എന്നാണല്ലോ തുടങ്ങുന്നത്. കാരണം ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ്, ഒത്തിരി നന്നായി പാടുന്ന ആളുകളൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മ്യൂസിക് ഇൻഡസ്ട്രി അല്ലേ. അപ്പം അതിൻ്റെതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ ഇവന്റിനൊക്കെ കയറി പാടാം. ഇപ്പൊ ഇന്റർവ്യൂവിന് നിങ്ങൾ സഹിക്കുന്ന പോലെ പല ആൾക്കാരും സഹിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ബാൻഡിന്റെ കാര്യം വരുമ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് ടീമായിരിക്കണം. ഇപ്പം നമ്മൾ ഒരാള് മാത്രം അതിൽ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. എല്ലാവർക്കും ആ താല്പര്യവും ആ ഒരു പാഷനും ഒക്കെ വേണം. അപ്പം ഞാൻ എൻ്റെ കപ്പിൾ ഓഫ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു രീതിയിൽ അത് ലോഞ്ച് ചെയ്യാൻ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചില ഇതിൽ പറഞ്ഞു ഇൻഷാല്ലാ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഒരു 2 years 3 years ഓൺ ദ ലൈൻ ചിലപ്പോൾ
ഉണ്ടാവുമെന്ന് വിചാരിക്കണു. ചിലപ്പോ ഞാൻ നാളെ തട്ടിപ്പോയാ ഈ 3 വർഷം 4 വർഷം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നാളെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ 3 വർഷത്തേക്കാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ചെറുപ്പകാലത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു മോഹമൊക്കെ, മോഡലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നൊരു മോഹം തോന്നി തുടങ്ങിയത് ഏത് പ്രായത്തിലല്ല, എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് തൊട്ട് എനിക്ക് വീട്ടിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അങ്ങനെ ഇത് ചെയ്തു അത് ചെയ്തൊന്നുമില്ല. അപ്പം ഞാൻ പണ്ട് ഇങ്ങനെ ഫാഷൻ TV, MTV, V ചാനൽ അങ്ങനെയൊക്കെ കുറേ കാണുമായിരുന്നു. അപ്പോൾ ഈ കൂടുതൽ ഫാഷൻ സിനിമയൊക്കെ ഇറങ്ങിയ ടൈം ഉണ്ടല്ലോ, അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അത് വാച്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമാണ്. റാമ്പിൽ വാക്ക് ചെയ്യണ പോലെ ട്രൈ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡലിംഗ് ട്രൈ ചെയ്യണമെന്ന് ഒരു 10th ഒക്കെ ആയ സമയത്ത് നമുക്കിങ്ങനെ ചുമ്മാ നോക്കാം എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. പിന്നെ ഹെയർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു. അതൊരു പ്ലസ് തന്നെയാണ് സത്യം പറയാൻ. എനിക്ക് അതിലെനിക്ക് നന്ദിയുണ്ട്. കാരണം അല്ലാതെ ഒരു ഡിഫറൻസിൽ നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ ഫിസിക്ക് അത്രയും മെയിൻറ്റെയിൻ ചെയ്താലൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയിട്ട് നിൽക്കുള്ളൂ. എനിക്ക് എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുടി ഉണ്ടായിരുന്നു. ഫോട്ടോജനിക് ആവണം നമ്മൾ. ഇപ്പോൾ ഫോട്ടോജനിക് ആയിരുന്നു എൻ്റെ ഫേസ്. പിന്നെ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത്. ലൈക്ക് ഡാലു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫാഷൻ കൊറിയോഗ്രാഫർ, ഡാലു സഹായിച്ചിട്ടുണ്ട്. ഷോസിന് വിളിക്കുന്ന സമയത്ത് സ്റ്റൈലിസ്റ്റുകൾ ഒരുപാട് പേര്, അങ്ങനെയൊക്കെയാണ് എത്തിയത്. അല്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ നമ്മൾ തീരുമാനിച്ച് ഓക്കെ നാളെ ഞാൻ അതെന്നുള്ള പരിപാടിയല്ല. അതൊരു ജേർണിയാണ്. ഫസ്റ്റ് ഫിലിമിലെ ഫസ്റ്റ് അഭിനയിക്കാൻ പോകുന്നതൊക്കെ എങ്ങനെയാണോ ഓർമ്മയുണ്ടോ? അതായത് ഫസ്റ്റ് ടേക്ക് അതെങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടേക്ക് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്റെ ഫസ്റ്റ് ഫിലിം DQന്റെ കൂടെ ആയിരുന്നു. അത് കുറെ പേർക്ക് അറിയുമെന്ന് അറിയില്ല. മകേഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. പുള്ളി വലിയ ആഡ് ഫിലിം മേക്കറാണ് മുംബൈയിൽ. പുള്ളി ഈ ബാലാജി സാറില്ലേ മാരി ചെയ്ത്, ഈ മാരി ചെയ്ത് ബാലാജി സാറ് സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളം മൂവി ചെയ്തു. അതിൽ DQ നസ്രിയ ആയിരുന്നു ലീഡ്. അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഞാൻ, ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ. രസമുള്ളൊരു ഇതായിരുന്നു. അപ്പൊ ഈ മകേഷേട്ടൻ ത്രൂ ആണ് ഞാൻ അവിടെ എത്തുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എന്താ പരിപാടി എന്നുള്ളത്. കാരണം അതിന് മുമ്പ് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അന്നാണ് DQനെ കാണുന്നത്. സംസാരിച്ചൊന്നുമില്ല, പതിവ് പോലെ തന്നെ മാറി നിന്ന് നോക്കിയിരിക്കുക അല്ലാതെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സീൻ ഉണ്ടായിരുന്നു ഒരുമിച്ച്, അത് ചെയ്തു കഴിഞ്ഞു വന്നു. പക്ഷെ ആ ഒരു പോയ സിറ്റുവേഷൻ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. രസമായിരുന്നു. അത്ര ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ നമുക്ക് ഈ എന്താ പരിപാടി എന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് വലിയ പേടി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉണ്ടാവില്ല. ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പേടിയില്ല എന്നുള്ളൊരു സാധനം കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിന് ഇത്ര റിസ്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് അത്ര പേടിയൊന്നുമില്ല. പിന്നെ DQയുടെ എനിക്ക് തോന്നുന്നു ആ ടൈമിലാണ് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലൈക് കല്യാണം കഴിഞ്ഞ് വെരി ന്യൂലി വെഡ്. അപ്പം ഹി വാസ് ലൈക് ഫോണിലായിരുന്നു എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കലും ഒക്കെ. അപ്പം ഞാൻ വെച്ചു ഓക്കെ DQന്റെ അടുത്ത് സംസാരിച്ചത് എപ്പോഴാണ്? പിന്നെ ഈ ഒരു സംസാരിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഞാൻ ഒരു ഇവന്റിന് എങ്ങാനും കണ്ടപ്പോ ഞാൻ പറഞ്ഞു സാർ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന്. എന്നിട്ട് ഞാൻ പോയി ഫോട്ടോ എടുത്തു. ഫ്രണ്ടിൽ മാത്രം അല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇതെങ്കിലും പറയാറുണ്ട് എനിക്ക് പണ്ട് തൊട്ടേ. ഇല്ല. പുള്ളി ഇപ്പം വിചാരിക്കും എന്താ എല്ലാരും എന്നോട് പറയണമെന്ന് വിചാരിച്ചാൽ വളരെ കോമൺ ആയി പോവില്ലേ. അപ്പൊ ഞാൻ വെച്ചു കുഴപ്പമില്ല. പിന്നെ എന്നാലും ഒന്ന് സംസാരിക്കാൻ ഇതുവരെ ശ്രമിച്ചില്ല ഈ ഒരു ഇൻഡസ്ട്രി ത്രൂ ഔട്ട് ഉണ്ടായിട്ട്. അതാണ് ആംബിവേർട്ട്, ആ ഒരു ഇത് തന്നെയാണ് മെറീനയ്ക്ക്. ഞാൻ അല്ലാതെ കണ്ടിട്ടുണ്ട് ഡയറക്റ്റ് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഇരിക്കണ പോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ അതൊരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ബാക്കിയുള്ള ആക്ടേഴ്സ് കുറെ പേര് വന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ആയി മാറി. നിങ്ങൾ എന്നെ ഒരു ഫോട്ടോ എടുക്കാനും സമ്മതിക്കത്തില്ലേ? ഇപ്പൊ പിന്നെ AI ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കളഞ്ഞൊക്കെ. ഓക്കെ അടുത്തതൊരു റിവേഴ്സ് ചലഞ്ച് അല്ല, ഒരു റിവേഴ്സ് ഗെയിമാണ്. അതായത് ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കും, കുറച്ച് പഴയ ഫോട്ടോസ് ആയിരിക്കും. ആ ഫോട്ടോസ് റിലേറ്റഡ് ആയിട്ടൊരു മെമ്മറി. ഓക്കെ കുഞ്ഞിലേത്ത് അങ്ങനെ ഫോട്ടോസ് ഒന്നും എൻ്റെതില്ല. ഒരുപാട് ഫോട്ടോസ് ഒന്നും ഇല്ല. ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഉള്ളത്. ഇതൊരു പയ്യൻ എനിക്ക് വർക്ക് ചെയ്തിട്ട് ഇത് ഫംഗസ് ഒക്കെ പിടിച്ച് കുറച്ച് മോശമായ ഫോട്ടോ ആയിരുന്നു. അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് എന്താണ് ഇതിനിപ്പോ എങ്ങനെ ഒരുക്കും എന്നുള്ള ഒരു ഇത്രയും ഇത് ഇല്ലാന്ന് തോന്നുന്നു. ഇതിനൊരു 5ാം ക്ലാസ് വരെ എനിക്ക് മുടിയൊന്നും വളർത്താൻ സമ്മതിച്ചില്ല എന്നല്ല, അവര് വിചാരിച്ചിട്ടുണ്ടാവും വെറുതെ എന്തിനാ. എനിക്ക് ബുദ്ധിമുട്ടല്ലേ നമ്മള് സ്കൂളിൽ പോകുമ്പോൾ കേളി ഹെയർ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ. അപ്പൊ മുടി എപ്പോഴും ക്രോപ്പായിരുന്നു ഇതുപോലെ. പിന്നെ കാത് കൂട്ടിയിട്ടില്ല 5ാം ക്ലാസ് വരെ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യും എന്ന് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു, ഒരു വലിയ പൊട്ട് അമ്മയുടെ ഉണ്ടായിരുന്നു പൊട്ടെടുത്തിട്ട് പോത്ത് വെച്ചു. ഒരു പൊട്ടില്ലേ അതില്. പിന്നെ അമ്മയുടെ താലിയില്ലേ അതെടുത്ത് കഴുത്തിലിട്ട് തന്നു. കാരണം ഞാൻ വേറെ ഒരു സാധനങ്ങളും യൂസ് ചെയ്യില്ല, കമ്മലിടാനില്ല എനിക്ക്. അതിൽ നിന്നൊരു ഡ്രാഫ്റ്റിക് ചേഞ്ച് ആണ് ഇപ്പം ഒരു എന്താ പറയുക, ഇപ്പൊ ഒരു മേക്കപ്പ് ബോക്സും കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മിനി മേക്കപ്പ് സ്റ്റുഡിയോ തന്നെ മെറീന മൈക്കിളുടെ കയ്യിൽ. മിനി ക്യാരവൻ. അതെ, മിനി ക്യാരവൻ പല സെലിബ്രിറ്റി ഫ്രണ്ട്സും പറയാറുണ്ട് അല്ലേ?
ഞാൻ മോഡലിംഗ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു മേക്കപ്പ് ഫാൻ ആയിരുന്നില്ല. പക്ഷെ മോഡലിംഗിൽ നമുക്ക് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ എപ്പോഴും ഗ്രൂംഡ് ആയിരിക്കണം. എല്ലാത്തിനും ഇറ്റ് ടേക്സ് ആൻ എഫേർട്ട് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ മേക്കപ്പ് ചെയ്യുന്നത് ഒരു സെൽഫ് ലവ് ആണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഡ്രസ്സ് നോക്കുമ്പം സ്പെൻഡ് ചെയ്യാറുണ്ട്, ഹെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടും ഹെയറിൽ. അത് എങ്ങനെ പോയാലും ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പം അത് നമ്മൾ നമുക്ക് കൊടുക്കണ സമയമാണ്. അപ്പം എൻ്റെ ഈ ഗുരു എന്ന് പറഞ്ഞ ഡാലു എപ്പോഴും പറയും, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും എക്സെപ്റ്റ് മരിച്ച വീടൊക്കെ അല്ലാത്ത നിങ്ങൾ ഏത് ഇവൻറ്റ് പോട്ടെ, ഒരു ആളെ കാഷ്വലി മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും കുറച്ച് വൃത്തിക്കും എനിക്ക് പോകുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഗ്രൂമിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഒരു ഏജിലൊന്നും കിട്ടാത്ത സാധനമായിരിക്കും ഇപ്പം ചെയ്തോണ്ടിരിക്കണേ. ഒരു മെമ്മറി പറയണം. ഈ 4 വരികൾ ഞങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു വരി ഇതായിരിക്കും. ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നിട്ട് പുള്ളി സീനിന്റെ ഇടയിൽ എന്തോ ആണ്. അല്ലാതെ ഞാൻ ഇങ്ങനെ എന്താ പറയാ, സീൻ എന്തോ എടുക്കുന്നതിന്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിന് എന്ത് ചോദിക്കും എന്നുള്ള രീതിയിൽ ചോദിച്ചെടുത്തതാ. വേറിട്ട് അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആണ്. ഇത് പപ്പയുടെയാണ്. പപ്പ വയ്യാണ്ടിരിക്കായിരുന്നു. അപ്പം IPM-ൽ ഒരു ദിവസം ഞാൻ പണ്ട് ഷോ ചെയ്യാൻ വേണ്ടി പുറത്ത് പോയപ്പം ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബസ്സിൽ നിന്ന് ഒരു ലേഡീനെ പരിചയപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇറ്റാലിയൻ എന്തോ ആണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് കൈ തരുന്നതിന് പകരം അവർ ഇങ്ങനെ ചെയ്തു. ആൻഡ് ദെൻ അവർ പറഞ്ഞു ഇത് കണക്ഷൻ ആണെന്ന്. സോ ഇവിടെ ഒരു ഇത് കണ്ടില്ല, ഒരു ബോണ്ട് കണ്ടില്ല ഇങ്ങനെ. ലൈക്ക് ഇപ്പൊ ഞാനും അതിനെ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇത് ഫോം ആയി. കണ്ടോ, ദിസ് ഇസ് എ കണക്ഷൻ. കണ്ടോ. അപ്പം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവരങ്ങനെയാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അവര് എനർജി ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് വിവരമില്ലാത്തതൊന്നും മനസ്സിലായില്ല. ഞാൻ ഈ സാധനം മാത്രമേ എടുത്തുള്ളൂ. എനിക്കും ഒരു പുതിയൊരു അപ്പം അതൊരു പാറ്റേൺ ആയില്ലേ ഇത്. അപ്പൊ അതൊരു എനർജി ഫ്ലോ ആണ്. അപ്പൊ ഞാൻ ചുമ്മാ അത് അങ്ങനെ എടുത്ത് ഒരു കണക്ഷൻ പോലെ ഫോട്ടോ എടുത്ത ഒരു പിക്ചറാണ്. അതൊരു പുതിയ അറിവല്ലേ. ആൻഡ് അവര് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആളാന്ന് തോന്നുന്നുണ്ട് ആ ലേഡി. ഞാനും ഇപ്പം എനിക്ക് ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മതവിശ്വാസിയല്ല. ക്രിസ്ത്യൻ ആണോ എന്ന് വെച്ചാൽ അമ്മ ഹിന്ദുവാണ്, പപ്പ ക്രിസ്ത്യനാണ്. അപ്പം എനിക്ക് ഭയങ്കര മിക്സഡ് അറിവുകളാണ് എല്ലാത്തിലും. പക്ഷെ എനിക്ക് എനർജിയിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പം കുറച്ച് സ്പിരിച്വൽ ആണെന്ന് പറയാം. അതുകൊണ്ട് അങ്ങനെ അത് വിശ്വസിച്ചിട്ടതാണ്. അതുപോലെ തന്നെയല്ലേ മറീനയുടെ ഇപ്പൊ ലൈഫിൽ അച്ഛൻ്റെ ഒരു റോള് ഭയങ്കരമായിരുന്നു. കാരണം ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂസിലെല്ലാം തന്നെ അച്ഛനെ പറ്റി ഭയങ്കര ഇമോഷണൽ ആയിട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത്. ആദ്യമൊക്കെ അച്ഛനുമായിട്ട് അധികം സംസാരിക്കാൻ പറ്റാത്തൊരു വിഷമവും പറഞ്ഞു. അതെ, ഞങ്ങൾ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികളല്ല. പ്രത്യേകിച്ചും അച്ഛനും വളരെ കുറവായിട്ട് സംസാരിക്കുന്ന ഒരു ഇതാണ്. പിന്നെ മേ ബി അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെയാണ്. എനിക്കൊന്ന് ആകെ അലമ്പ് അമ്മയുടെ അടുത്തായിരിക്കും. ലൈക്ക് എന്താ ഞാൻ മോളെ അങ്ങനെ തന്നെയാണ് വിളിക്കുക. കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് കൂടുതലും ഞങ്ങൾ തമ്മിലുള്ളത്. പപ്പയുടെ അടുത്ത് മോനെ ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ ചീത്ത കേൾക്കും. ആൻഡ് നമുക്ക് ഈ ആൾക്കാരുടെ അടുത്തൊരു പേടി കൊണ്ടുള്ളൊരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമല്ലേ ചില ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമുക്ക് തോന്നും, ചില ഹെഡ് മിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് തോന്നും. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ നമ്മൾ ഒരു പേടി ഉണ്ടാവും. അതായത് എനിക്ക് അങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അത് അവർക്ക് വിഷമമായി അവർ നമ്മളെ ചീത്ത പറയുന്നത് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഒരു കുരുത്തക്കേട് എന്തെങ്കിലും കാണിച്ചു, ചിലപ്പോൾ പപ്പ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഹേർട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അധികം കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. അത് വളരെ കുറവായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. എന്തെങ്കിലും ഒരു സാധനം വേണേൽ അമ്മയോട് പറയും, അമ്മ പപ്പനോട് പറയും. ഇങ്ങനെയായിരുന്നു ഒരു എപ്പോഴും ഒരു ലിങ്ക് ഓഫ് ദ ലിങ്ക് ഇടയിലുണ്ടായിരുന്നു. പിന്നെ ഈ വയ്യാണ്ടൊക്കെ ആയ സമയത്ത് കൂടുതൽ ടൈം കിട്ടി ഞങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഒരുപാട് കെമിക്കൽസ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പം മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടും ഇതിൻ്റെ ഈ ഒരു പ്രവർത്തനം ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ച് പപ്പയുടെ ക്യാരക്ടേഴ്സിലൊക്കെ കുറേ ഡിഫറൻസ് വരാൻ തുടങ്ങി. കുറേ കഴിയുമ്പം കുട്ടികളെ പോലെയായി. അത് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ കുറേ വയസ്സായിട്ടുള്ള ആൾക്കാർ ചെറിയ കുട്ടികളെ പോലെയൊക്കെ ആവും. നമ്മളടുത്ത് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യും, കൊഞ്ചും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊന്നും ഞാനും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാതെ റിയൽ ആയിട്ടുള്ള പേഴ്സൺ ഇങ്ങനെയല്ല. മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്കിൾ എന്ന് പറയുന്ന ഒരാളുടെ ശരിക്കുള്ള ക്യാരക്ടർ ഇതല്ല. ഇത് കുറച്ച് കഴിയുമ്പം ഈ ഡിഫറൻസ് കൊണ്ട് വരുന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ നല്ലൊരു കുറേ സമയം കിട്ടി ഞങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ.
അതുപോലെ തന്നെ ഇപ്പം ഇൻഡസ്ട്രിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം മറീന തന്നെ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടൊരു സ്പേസ് തരാൻ പല പ്രൊഡക്ഷൻസ് അല്ലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പം ഒരു ക്യാരവാൻ പോലും പ്രൊവൈഡ് ചെയ്യാൻ പല സിനിമകളും ഇന്നും മടിക്കുന്നുണ്ട് മറീനയ്ക്കൊക്കെ തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല നല്ല ഫെസിലിറ്റീസ്. അപ്പം ഇതുപോലൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ലേഡീസ് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യാന്നല്ല, ചില കാര്യങ്ങൾ കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മിക്ക ആൾക്കാരും ചെയ്യില്ല. അത് ഞാൻ എന്നുള്ളൊരു ഇൻഡിവിജ്വൽ അല്ല, കോമൺ ആയിട്ട് കുറേ പേർക്ക് അത് ചെയ്യുന്നില്ല. അപ്പം ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് അത് എനിക്ക് മാത്രമായി. ഒരു 10 പേരുണ്ടാവും ചിലപ്പോൾ അങ്ങനെ. അപ്പം അതൊരു കമ്മ്യൂണിറ്റി ആയല്ലോ. അപ്പം ചില ആൾക്കാർ അങ്ങനെയാണ്. പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല, അവരാണ് അത് ചെയ്യുന്നത്, അവരുടെ പ്രശ്നമാണ്. ഞാനിപ്പം അഗെയിൻ കമ്മിങ് ടു ദ പോയിന്റ്, ആതിരെനിക്ക് വെള്ളം തന്നിട്ടില്ലെങ്കിൽ അത് എൻ്റെ പ്രശ്നമില്ല, ആതിരയ്ക്ക് തരാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ്, അത് ആതിരയുടെ പ്രശ്നമാണ്. ഞാൻ എങ്ങനെയെങ്കിലും വെള്ളം കണ്ടുപിടിച്ചോളും എന്നുള്ളതാണ്. പിന്നെ പറയാം എന്നുള്ളത്, അതെ ഞാൻ അത്രയും ദാഹിച്ചിട്ടായിരുന്നു ഇരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തലചുറ്റി വീണു, അന്ന് ഞാൻ തലചുറ്റി വീണിരുന്നു വെള്ളം കുടിക്കാതെ എന്ന് എനിക്ക് പറയാലോ. അത് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി ചിലപ്പോൾ ഒരു 10 years 20 years ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകുമായിരിക്കും. പക്ഷെ ഞാനൊരു 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നരുത് അയ്യോ ഞാൻ എന്തുകൊണ്ടന്ന് അങ്ങനെ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നരുത്. ഞാനൊരു വേദിയിൽ അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ പൊസിഷനിൽ ഒരു സ്റ്റാർ ആയിട്ട് വന്നിരുന്നിട്ട് ഞാൻ പറയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരിക്കലും ആതിരയോ അല്ലെങ്കിൽ വേറൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളോ എൻ്റെ അടുത്ത് ചോദിക്കില്ല നിങ്ങളപ്പോൾ അന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല എന്ന്. എന്നോട് ആരും പറയില്ല അത്. ബിക്കോസ് ഞാനത് പറഞ്ഞിട്ടുണ്ട് പല വേദികളിലും ഇങ്ങനെയാണെന്നുള്ളത്. സോ ഇൻഡിവിജ്വലി ഉള്ളൊരു കാര്യമല്ല, ഒരു കമ്മ്യൂണിറ്റി, ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഇഷ്യൂ. പിന്നെ ഒരു സൊസൈറ്റി ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പല സംഘടനകളും നമ്മുടെ സെലിബ്രിറ്റീസിനാണെങ്കിൽ തന്നെ ഉണ്ട്. അപ്പം മറീന എത്ര സംഘടനകളിലെ? ഞാൻ ഒരു സംഘടനയിലില്ല. എനിക്ക് തോന്നുന്നു സംഘടനകളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പൊ അവർ അത് സോൾവ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതെന്താ ഒരു സംഘടനകളിലേക്ക്, അതായത് ഒരു ആർട്ടിസ്റ്റ്? ഇല്ല, ഞാൻ ആതിര ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ഒരു ഗ്രൂപ്പിൽ പോയിരുന്നിട്ട് ഞാൻ ഒരാളോട് മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതും പ്രശ്നമല്ലേ. എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല ആൾക്കാരുമായിട്ട്, അതൊരു പ്രശ്നമാണ് എന്റെ. പക്ഷെ ഈ ഒരു പാർട്ട് ഓഫ് എ ഫാമിലി, അതാണ് സിനിമ കുടുംബത്തിലെ അംഗമാണ് ഈ പറയുന്നത്. പക്ഷെ ആ ഫാമിലിയിലുള്ള ഒരാൾക്ക് ഇപ്പൊ വയ്യാതാണെങ്കിൽ അത് അവരെ ആക്സെപ്റ്റ് ചെയ്യണ്ടേ. എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. മേ ബി ഇപ്പൊ എനിക്കിപ്പം ഒരു എന്താ പറയാ, ഞാൻ ഡഫ് ആൻഡ് ഡം ആണെന്ന് വിചാരിച്ചോ, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യില്ലേ? അല്ലാതെ നീ സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറയോ ആൾക്കാർ. അപ്പൊ എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് സോഷ്യലൈസിങ് പ്രശ്നമുണ്ട്. അത് ഞാൻ വർക്കൗട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. ലൈക്ക് ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരോട് എങ്ങനെ നാച്ചുറലായിട്ട് ഓർഗാനിക് ആയിട്ട് അത് ചെയ്യാമെന്നുള്ളത്. വൺസ് നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ആ ട്രാക്കിലേക്ക് കയറാൻ പറ്റും. അല്ലാതെ ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് ഓക്വേർഡായിരിക്കും, എനിക്കും അത് ഓക്വേർഡായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ വലിയൊരു സംഘടനയിൽ പോയിട്ട് അതിലുള്ള ഒരു സ്റ്റാറിനെ കണ്ട് മിണ്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് വെറുതെ ഒരു വിദ്വേഷം എന്നോടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഒന്നും എനിക്ക് അങ്ങനത്തെ കാര്യമൊന്നും ഫേസ് ചെയ്യാൻ താല്പര്യമില്ല. അല്ല എന്നാലും ആരും ഇതുവരെ അപ്രോച്ച് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട്? എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, നീ ഇതിലില്ല, നീ അതിലില്ലേ, ഗ്രൂപ്പിലില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലാന്ന്. കാരണം പല മീറ്റിംഗ്സ് നടക്കാറുണ്ടല്ലോ, അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ഇപ്പൊ മറീന പോവാറുമില്ല? എനിക്ക് അറിയില്ല. എനിക്ക് അല്ലാതെ ഞാനിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു, അങ്ങനെ കമ്പനി അതേ ഉള്ളൂ. അങ്ങനെ കുറെ ആൾക്കാരെ എനിക്കിപ്പോൾ ജുവലിനൊക്കെ അറിയാം. അപ്പം ജുവലൊക്കെ അല്ലാതുള്ളൊരു ഒരു കമ്പനി ഉണ്ട്, ലൈക്ക് ഹായ്ഡാ ബൈഡാ എന്ന് നമ്മൾ കാണുമ്പോൾ കുറേ ആയാലും കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ട്. ഇപ്പൊ ധ്യാൻ ചേട്ടനെ അറിയാം. പക്ഷെ അതിനപ്പുറം ഒരു സിനിമ കുടുംബത്തിലേക്ക് ഇല്ല. അത് ഈ ഒരു പ്രശ്നം കാരണമാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ കേട്ടോ അതിൽ ടു ബി ഹോണസ്റ്റ്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എത്ര പേരുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിയോ? ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. അതിൽ പെൻഷൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? കുറേ പേർക്കൊന്നും ഇവരൊന്നും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഇവരിൽ ചിലപ്പം മുന്നോട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കില്ലായിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റാറിനെ കാണുമ്പം ഇവർക്ക് ഇപ്പം ഒരു മീഡിയയിൽ ഒരാൾ ക്യാമറ ആയിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വരില്ലായിരിക്കും. മമ്മൂക്ക നിൽക്കുകയാണെങ്കിൽ സംസാരിക്കാൻ വരില്ലായിരിക്കും. അപ്പം അവരാരും അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഫാക്റ്റ് അല്ലേ? അതും ആൾക്കാർക്ക് മനസ്സിലാവണില്ല. ഇപ്പം എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടെന്ന് പറയണത് മനസ്സിലാവില്ലേ? അതാണ് അവർ ഇനീക്വാലിറ്റി നിൽക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഇല്ല, ഇനീക്വാലിറ്റി എന്നുള്ളൊരു സാധനം അല്ല അത്. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ പ്രോവിഡൻസിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. ഞാൻ LKG UKG 4th സ്റ്റാൻഡേർഡ് വരെ ജൂനിയർ സ്കൂളിലാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ മാറും, ഹൈസ്കൂളിലേക്ക് മാറും, 5th മുതൽ 10th വരെ. ഈ 4th സ്റ്റാൻഡേർഡ് വരെ ഞാൻ എല്ലാത്തിലും ആക്റ്റീവ് ആയിരുന്നു. ആക്റ്റീവ് ആസ് ഇൻ ഗ്രൂപ്പ് സോങ്, ലളിതഗാനം, ക്ലാസിക്കൽ മ്യൂസിക്. എങ്ങനെയാണെന്നറിയോ? എൻ്റെ ഒരു മാം ഉണ്ട്, ഇന്ദിര മിസ്.
മെറീന വന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അപ്പം എനിക്ക് പേടിയാ, എന്താ പറയുക, പരിപാടി എന്താ അറിയില്ലല്ലോ, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചിട്ടാണോ എന്ന് അറിയില്ല. പുള്ളിക്കാരിയുടെ ഒരു മേശയുണ്ട്, അതിൽ നിന്ന് അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, ബുക്ക് എടുക്കും, തുറക്കും, പാടുമെന്ന് പറയും, ഇതാണ്. അപ്പം ഞാൻ പാടും, എന്നിട്ട് തിരുത്തും, ഞാൻ പാടും. ഓക്കെ, 2 പാട്ട് പഠിച്ചു. അടുത്ത 26-ാം തീയതിയോ അല്ലെങ്കിൽ 27-ാം തീയതിയോ യൂത്ത് ഫെസ്റ്റിവൽ പാടിക്കും. 4ാം ക്ലാസ് വരെ ഇത് പോയി. 5ാം ക്ലാസ് ആയപ്പോൾ വലിയ സ്കൂളിലേക്കായി. കാരണം ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, പിന്നെ വലിയ വലിയ ക്ലാസ്സസ്, ABC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ. കുട്ടികൾ കൂടി ആരുമില്ല ശ്രദ്ധിക്കാൻ. ഒരാൾ വന്നിട്ട് മെറീന പാടുമല്ലേ എന്നാൽ അടുത്ത പരിപാടിക്ക് മെറീന പഠിക്കുമെന്ന് പറയില്ല. 5 മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ സ്റ്റേജ് കണ്ടിട്ടില്ല, ഞാൻ സ്റ്റേജ് കയറിയിട്ടില്ല. കാരണം എന്നോട് ആരും വന്നിട്ട് നിങ്ങൾ പാടുന്ന ആളല്ലേ, ഞാൻ എന്താ വിചാരിക്കണേ, വേണ്ട പറയണ്ട, അറിഞ്ഞാൽ സ്റ്റേജ് കയറേണ്ടി വരില്ല വെച്ചിട്ട് ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ഒരു 5 months ആയിട്ടുണ്ടാവില്ല സ്കൂളിൽ പ്രോഗ്രാമിന് വിളിച്ചു തന്നെ. എനിക്ക് സ്കൂളിൽ പോയപ്പോൾ ട്രോമയാണ്. ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ 4ാം ക്ലാസ് വരെ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു. ഈ ടീച്ചേഴ്സ് ആണെങ്കിലും വിളിച്ച പ്രിൻസിപ്പൾ ആണെങ്കിലും ഒന്നും ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഞാനിത് പറയുന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഈ സ്കൂളിൽ കാണുമ്പോൾ വളരെ ലോൺലി ആയിട്ടുള്ള ഒരു കുട്ടീനെ എനിക്ക് കാണാൻ പറ്റുന്നത്. ട്രോമ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് എനിക്ക് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ. കാരണം ഞാൻ ഒരു കാര്യത്തിനും ആക്റ്റീവായിരുന്നില്ല. നിങ്ങൾ ആരും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനിത് ചെയ്യുമോ അല്ലെങ്കിൽ ഇന്നതല്ലേ ഒന്നും ഒരു ഹിസ്റ്ററി ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു മോളാണ്. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്, ലൈക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ഗ്രേഡ് കുറഞ്ഞാൽ അത് എന്തുകൊണ്ടോ അങ്ങനെ ഒന്നും ഒരു ടീച്ചേഴ്സും ചോദിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ ഞാൻ അവിടെ സംസാരിച്ചു. ഇവരൊക്കെ ആകെ മറ്റേ അമ്മയുണ്ടായിരുന്നു എൻ്റെ കൂടെ, അമ്മ മറ്റേ പ്രാർത്ഥിക്കുന്നു ഫ്രണ്ടിലിരുന്നിട്ട് ഇറങ്ങി എന്നുള്ള രീതിയിൽ. സോ അങ്ങനെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതെന്തെങ്കിലും കണ്ടീഷനാണോ എന്നൊന്നും എനിക്കറിയില്ല. അതൊരു ഇക്വാലിറ്റിയുടെ പ്രശ്നമൊന്നുമല്ല. സ്വയമായിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. എന്നിട്ടും ഞാൻ ഇത്രയും വന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ലോട്ടറിയാണ്. അപ്പൊ ഈ സോഷ്യലൈസ് ചെയ്യാനുള്ള ഈ ഒരു പ്രോബ്ലം അതിപ്പോ ഓവർകം ചെയ്തപ്പോ 10 വർഷം പിടിച്ചു നിൽക്കാനാണ് ഇതന്നെ വലിയ കാര്യമല്ലേ, ഇതന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഈ ഒരു 10ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യമാണ് ഇത്. പിന്നെ മിക്കതും ഞാൻ എന്തായാലും പെട്ടു എന്നാ പിന്നെ അങ്ങനെയൊക്കെയാണ്. മിക്കപ്പോഴും ഞാൻ സ്റ്റേജിലൊക്കെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റാ. അപ്പം എനിക്ക് മൈക്ക് തരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓക്കെ എന്തായാലും പെട്ടു എന്നാൽ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊരു നമ്മുടെ ആ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പോവാന്നുള്ളത്, അതൊക്കെയാണ് ഇതിലുള്ള ചെറിയ സ്ട്രഗിൾസ്. റിലേഷൻഷിപ്പുകളിലൊന്നും മെറീന പോയിട്ടില്ല? റിലേഷൻഷിപ്പ് പ്രേമാണോ ഉദ്ദേശിച്ചത്? പ്രണയത്തിലോ? അതിൽ ഞാൻ വളരെ ആക്റ്റീവ് ഹൈപ്പർ ആയിട്ടുള്ള ആളാണ്. അത് ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോ ഞാൻ ആരെയും പ്രേമിക്കുകയാണെങ്കിൽ അയാള് ഇൻട്രോവേർട്ട് ആയിരിക്കും. അവിടെയും പോയി. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് അധികം സംസാരിക്കാത്ത, എനിക്ക് എപ്പോഴും എൻ്റെ അച്ഛനെ റിലേറ്റ് ചെയ്യുന്ന പോലെ. എന്താ വെച്ചാൽ എൻ്റെ പപ്പ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല, ഇടപെടില്ല. പിന്നെ പാളിയിട്ടും ഉണ്ട് കേട്ടോ. ലൈക്ക് ചില ആൾക്കാർ ഇപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആളുകൾ മാറാൻ ട്രൈ ചെയ്യും. ഇപ്പം എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു എക്സ് ബോയ് ഫ്രണ്ട്, എനിക്കുള്ള ഇഷ്ടങ്ങൾ പോലെ അയാൾ ട്രൈ ചെയ്തു. പക്ഷെ അതൊക്കെ ഒരു വർഷം 2 വർഷമൊക്കെ അയാൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒറിജിനൽ പേഴ്സണാലിറ്റി എന്താണെങ്കിലും നമുക്ക് പുറത്തേക്ക് വരും. നമുക്ക് ഫേക്ക് ചെയ്യുക, അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 2 വർഷമൊക്കെ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ പാളിപ്പോയ റിലേഷൻഷിപ്സ് എനിക്കുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ സമാധാനമായിട്ട്, ഞാൻ ഇനി കുറച്ച് ലൗഡായാലും ഒന്ന് എന്നെ കാമാക്കുന്ന, അത് കുഴപ്പമില്ല പോട്ടെ എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ. പിന്നെ വഴക്കുകൾ ബഹളങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുകളെ ഉണ്ടാക്കാറില്ല. അവരിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് നേരം മിണ്ടാണ്ട് ഇരുന്നിട്ട് പിന്നീട് ഒരു ചായ ഉണ്ടാക്കി കൊടുത്തത് സോൾവ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു. പിന്നെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ, എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ല ബ്രദറോ സിസ്റ്ററോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഒറ്റ മോളായിട്ട് വളർന്ന ആളാണ്. അപ്പം എനിക്കൊരു ബ്രദറോ അല്ലെങ്കിൽ ഇപ്പം വളരെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ എങ്ങനെയാണോ വെറുപ്പിക്കുക, ആ രീതിയിലുള്ള വെറുപ്പിക്കലുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? പാടിക്കോളൂ. അത് ഞാൻ പാടിയില്ല ഇത്രയും നേരം. സാധാരണ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. നമുക്ക് ഇതൊരു റൂട്ട് പാടും. ആദ്യം 2 വരി പാടിക്കുക അല്ലേ ചേട്ടാ? എനിക്ക് 2 വരി പാടും എനിക്ക് വേണ്ടി. ഇങ്ങനെയാണ് നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ. 2 വരി എനിക്ക് വേണ്ടിട്ട് ഈ കണ്ടന്റ് വൈറലാവട്ടെ. നമ്മള് കേട്ടില്ലേ യേശുദാസ് സാറ് പണ്ട് ഇന്റർവ്യൂ കൊടുത്തപ്പോ റേഡിയോയിലൊന്നും നിന്റെ വോയിസ് പറ്റില്ല. ഇപ്പൊ പുള്ളി ഏത് ലെവലിലായിരിക്കണേ നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാ സമയം മാറാതെ അങ്ങനെ ആയിരിക്കണം. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ലെവൽ ലെവലിക്ക് കമ്പാരിസൺ വേണം. ഞാൻ ആ ഫ്ലോഗ് മാറ്റിയിട്ട് അതിന് പാട്ടൊക്കെ കേട്ട് പാടിക്കോതിര. புது வெள்ளை மழை இங்கு பொழிகின்றது
இந்த சொல்லை நிலா உடல் நனைகின்றது, இது சொல்லாத இடம் கூட குளிரின்றது, மனம் சூடான இடம் தேடி அலைகின்றது, புது வெள்ளை மழை ഇങ്ങ് പൊഴികിன்றது. ബാക്കി നന്നായിട്ടൊന്ന് പാടിത്തരും. പക്ഷെ അല്ലല്ല ഇറ്റ്സ് നൈസ്. സംസാരിക്കുമ്പോ ഭയങ്കര ഹസ്കിയാ, പക്ഷെ അല്ലേ പാടുമ്പോ കുറച്ച് ശ്രുതി അതിലെ പോയി. ശ്രുതിയൊക്കെ പൊക്കോട്ടെ, അതൊന്നും കൊള്ളു. നമ്മൾ എന്ത് പാടുന്നു അതാണ് പാട്ട്. അല്ല വേറൊരു പാട്ട് എനിക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോ നമ്മള് മറ്റേ പാട്ട് പാട്ട് ഷോ ആവല്ലോ, കോമ്പറ്റീഷൻ ആയല്ലോ. ചെറാതുകൾ തോറും നിൻ തീയോർമയായി തരാതെ പൂ ചോരും. എന്തേലും ബാക്കി വരി അറിയില്ല. എനിക്ക് അറിയില്ല. ഉഴലും നോരി കുറ്റാക്കൂരിരുൾ കഴിയോളം ഞാനിയാം. ഓക്കെ, നൈസ് ആയിട്ടുണ്ട്. പിന്നെ ഇനി എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? ഇനിയിപ്പം ഞാൻ ഇന്ദ്രേട്ടൻ്റെ കൂടെ ഒരു മൂവി ചെയ്തു, ഞാൻ കണ്ടതാ സാറേ എന്ന് പറഞ്ഞിട്ട്, അത് റിലീസിനുള്ളത്. പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് സനീഷ് ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്തൊരു മൂവി, അത് നമ്മുടെ റിയാസ് ഖാന്റെ നെക്സ്റ്റ് റിലീസാണ്. അടിച്ചു കയറി വാ. പുള്ളി ഗൗരി നന്ദ, പിന്നെ മാളവിക മേനൻ, ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട്, ബേസിക്കലി അതൊരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് തന്നെയാണ്, ഒരു ഹൊറർ മൂഡിലുള്ളൊരു പടം. ഇത് രണ്ടും റിലീസിനുണ്ട്. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്തു, 11 അത് 3D പടമാണ്. വിഷ്ണുവിന്റെ കൂടെ ഒരു പടം ചെയ്തു, റിവോൾവർ റിംഗോ. കുറച്ചധികം ഇനി ഇല്ല, 2-3 റിലീസസ് ഉണ്ട്. എന്താണെങ്കിലും ഇനി ബാൻഡായിട്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മരീനയിൽ നിന്ന് കൂടുതൽ ക്യാരക്ടേഴ്സ്. എനിക്കൊന്ന് ഹാപ്പി വെഡിങ് തൊട്ടിങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മെമ്മറബിൾ തന്നെയാണ്. ഇപ്പം വിവേകാനന്ദൻ വൈറലിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വയസ്സ് എത്രയായി പോലും, നമ്മൾക്കൊരു സിഗ്നേച്ചർ മാർക്ക് മെറീനയുടേതായിട്ട് മെറീന ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ത്രൂ ഔട്ട് ഒരു ഫിലിമിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. മലയാളം ഇൻഡസ്ട്രിയിലേക്ക് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാൻ മെറീനയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.